നല്ല ഇനി കാണാൻ പറ്റില്ല സ്ക്രീനിൽ, അതിൻ്റെ ഒരു സങ്കടമാണ്. എൻ്റെ പേര് അനിൽ എന്നാണ്. ഒന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരും എന്താ പടം അടിപൊളിയല്ലേ? കൊള്ളാം. പ്ലാസ്റ്റ് നല്ലായിരുന്നു. ഇവിടെ കറങ്ങ വെള്ളെടുത്ത് വെച്ചോ. അടിപൊളിയാണ്. വിജയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണിത്. ഫാൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. ഒരു പെർഫെക്റ്റ് എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഫാൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മാസ് എൻഡിങ് ഇതായിരിക്കും. വൈകി അതിൻ്റെ കുറച്ച് ഇതുണ്ട് നമുക്ക്. അവസാനത്തെ ഒരു സീൻ ഏറ്റവും എല്ലാ ആരാധകരും കാത്തിരുന്നൊരു സീനാണ്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് തമിഴ്നാട്ടിൽ കാണാം വിജയുടെ ബാക്കിയുള്ളത്. ദി ബെസ്റ്റ് മൂടുപടം ഒന്നും പറയാം. അടിപൊളി പടം. ബ്ലാസ്റ്റ് അടിപൊളി. സൂപ്പർ പടം. പടം സൂപ്പർ പടം ചേട്ടാ. ரிலீஸு 2 வருஷம் லேட்டானால இப்போ தமிழ்நாடு முதலமைச்சர் முக்கியமந்திரி விஜய் வந்து படம் இது லாஸ்ட்டு படம். படம் கிராண்டு. ஓகே, சூப்பர். ஓகே, സൂപ്പറാ. കൊള്ളാം. ഒരു ട്രിബ്യൂട്ടാണ് വിജയ് സാർ. മാസ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. സൂപ്പർ. പടം കുഴപ്പമില്ല. പക്ഷേ നമുക്കിനി ഒരിക്കലും തിയേറ്ററിലേക്ക് വിജയുടെ പടം കാണാൻ വേണ്ടി വരാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എല്ലാം കൂടി ഒരു മിക്സ്ഡ് പടമാണ്. എന്തായാലും ഇതില്ല. അതെ, പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ എന്താണ് കുറേ പടങ്ങളിൽ ചെയ്തു വെച്ച ഇത് തന്നെ റിപ്പീറ്റായിട്ട് കുറേ വരുന്നുണ്ട്. പിന്നെ ഡാൻസൊക്കെ ആണെങ്കിൽ ഈ 50-ാം വയസ്സിൽ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നൊരു നമുക്കിനി അതൊന്നും സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ആസ് എ വിജയ് ഫാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, പുള്ളിയുടെ ഒരുപാട് ഇത് മിസ് ചെയ്യും. ഇപ്പോൾ റിലീസ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ പടം ഇപ്പോൾ റിലീസ് ചെയ്ത് നന്നായി. കാര്യം ഇപ്പം നിലവിൽ പുള്ളി തമിഴ്നാടിന് വേണ്ടി ചെയ്യുന്ന അതേ സംഭവം തന്നെ ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഓവറോൾ വൺ ടൈം വാച്ചബിളാണ് മൂവി. ഏകദേശം ആ ഒരു റിലേറ്റഡ് ആയിട്ട് സംഭവം. പടം കണ്ടാൽ നമ്മളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. പടം കണ്ടാലേ ഇത് മനസ്സിലായി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് തോന്നുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ സീൻസ് കാണുമ്പോൾ വേറെ പല സീൻസിൻ്റെ ഇത് വന്നു എന്നുള്ളൊരു നമുക്ക് ഇത് വരുന്നുണ്ട്. പക്ഷെ ഓവറോൾ കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ് മൂവി വരുന്നത്. അടിപൊളി. നല്ല സൂപ്പർ പടമായിരുന്നു. പക്ക എൻ്റർടൈനർ ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഉറപ്പായിട്ടും നമ്മൾ ഈ പടമൊക്കെ കാണുമ്പോൾ എന്തായാലും വിജയ് തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം. ഇമോഷണലിനെക്കാട്ടിലും ലൈക്ക് അതായത് പക്ക ഒരു അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇമേജ് മാറിയേനെ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആ സമയത്ത് ഒരു ബാൻ വന്നതും ഇത് പോസ്റ്റ്പോണ്ട് ആയതും. അല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു. ഈ വിജയ്ക്കിട്ട് എനിക്കൊന്ന് 100 സംതിങ് അല്ലായിരുന്നു. വേണമെങ്കിൽ അതിലും കൂടുതൽ സീറ്റ് ആയേനെ. ഒരു വെച്ചാൽ ലൈക്ക് ഇത് തമിഴ്നാടിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ ഒരു തരംഗമാകാൻ. താങ്ക് യു. சூப்பர் படம். பிளாக் பஸ்டர். தளபதி பக்கா பொலிட்டிக்கல் படம். பக்கா பொலிட்டிக்கல் சூப்பர் படம். டிவிக்கு பக்கா பொலிட்டிக்கல் படம். தளபதியான மாஸ் സിഎമ്മിൻ്റെ ലാസ്റ്റ് ഇല്ല തിരിച്ച് വരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തളപതി സിഎം ആയല്ലോ. ഇനി തിരിച്ച് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് പടം നല്ല സൂപ്പറായിട്ട് തന്നു. അത് സമാധാനം. ഞങ്ങൾക്ക് ഒരു തൃപ്തിയായി. ഇനി അഭിനയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി മതി, ഇത്രയും മതി. ഇതിൻ്റെ ഒരു ഇന്ന് ആട്ടം പോകുന്നു. തളപതി ഇതാണ് സമ്മിശ്രമായ പ്രതികരണങ്ങൾ. എല്ലാവരും വിജയ് വീണ്ടും ഇതിൽ തിരിച്ചു വരണം എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഇത് അവസാന സിനിമയാണെങ്കിൽ അതിൻ്റെ ഒരു സങ്കടവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ കവിതാ തിയേറ്ററിലാണ് നമ്മളുള്ളത്. എറണാകുളം കവിതാ തിയേറ്ററിൽ ഇവിടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ, നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. 100 കോടി 200 കോടി എണ്ണ ഒരു ദിവസം കൊണ്ട് 100 കോടി എന്ന ഒരു ആക്ടർ ഇനി നമ്മുടെ ലൈഫിൽ വരുമോ? ഇല്ല. തുള്ളാതമാനവും അങ്ങനത്തെ ഒരു പടവും ഇനി നമുക്ക് ആഘോഷിച്ച് കാണാം. എത്ര ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത പടം പോലും ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഇനിയൊരു ഇല്ല. എൻഡാണ് ആ സിനിമയിലെ ലാസ്റ്റ് എഴുതി കാണിച്ചുള്ളത്. എൻഡാണ്, ബിഗിനിങ് ആണ്. ഒരു പൊളിറ്റിക്സ് ജനങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ ബിഗിനിങ് ആണ്. പക്ഷെ സിനിമയിലും ഒരു ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ വലിയൊരു എൻഡാണ്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വലിയൊരു എൻഡാണ്.